പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സായം സന്ധ്യയിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മധ്യേ ഓൺലൈനിലൂടെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്ത ഇതാണ്: കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ വെളിപ്പാട് 1:9 പഠിച്ചാൽ കാണുവാൻ സാധിക്കുന്നു. പത്മോസിൻ്റെ ഏകാന്തതയിൽ തനിച്ചിരുന്ന പ്രതിസന്ധികളാൽ പത്മോസിൻ്റെ ഏകാന്തതയിൽ ഡൊമീഷ്യൻ ചക്രവർത്തി തന്നെ നാടുകടത്തിയപ്പോൾ ഈജിയൻ തിരമാലകളും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന യോഹന്നാൻ്റെ ജീവിതത്തിൽ ഒരേകാന്തതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏകാന്തതകൾ നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങളെ പണിയുവാനാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്: കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. അങ്ങനെയെങ്കിൽ പ്രിയരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ, ഇന്ന് ലോകമെമ്പാടും പെസഹ ആചരിക്കുന്ന ഈ ദിനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അടുത്ത വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങൾക്കകം നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗം തുറക്കും. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ ഒരു പ്രവൃത്തി വെളിപ്പെടുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു എവ്രി വൺ. താങ്ക് യു.